ഇപ്പം എണീച്ചിട്ടുള്ളൂ കേട്ടോ. എൻ്റെ ഉറക്കക്കുറവൊക്കെ മാറിട്ടോ. അപ്പോൾ മമ്മ എണീച്ചു. മമ്മ ഇങ്ങനെ ഫോണിൽ കണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണില്ലേ സുഹി? ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ടി വി ഒക്കെ തുറന്നുതരാം. അപ്പോൾ നമുക്ക് ഫുഡ് പല്ല് കഴിക്കാൻ പോവല്ലേ? പല്ല് തേച്ചോ? നല്ല ഉറക്കിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് പത്തിരിയും പിന്നെ ഇന്നലത്തെ കോഴിക്കറിയാണ് കേട്ടോ. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഇതൊന്നും കഴിക്കാറില്ല. അപ്പോൾ ജോലിക്ക് മാത്രം 2 പത്തിരി ചുട്ടിക്കാണ് കേട്ടോ. ഈ ചായ അടിക്കല്ലേ? ഈ എന്താ കളർ കൊടുക്ക? ഇത് പശുവിന്റെ സീറ്റക്ക് ഇരിക്കാനായിട്ട് നമുക്ക് കുറെ അരിവാളൊക്കെ നമുക്ക് കൊടുക്കണ്ടേ തിന്നാന്. അപ്പൊ ബസ്സിൽ കയറ്റിട്ട് നമുക്ക് പശുവിനെ കൊണ്ടുവരണം. പശുക്ക് ഫുഡൊന്ന് വെള്ളം പഴിക്കാണ്ട് പറഞ്ഞപ്പോലെ ഈ പശുക്ക് ഇരിക്കാൻ സ്ഥലമാണ്. എല്ലാവർക്കും സ്ഥലം ഇവിടെ 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 എല്ലാ സ്ഥലമുണ്ട് ഇവിടെ. നീ വാ ഫുഡ് കഴിക്കാൻ വാ. കസേര കയറി ഇരിക്കും സുഹി. ഓൾക്ക് പിന്നെ ചോറായാലും ഇപ്പോൾ രാവിലത്തെ ഫുഡായാലും ഒക്കെ ഇറങ്ങണമെങ്കിൽ ഈ ഒരു സാധനം ഓപ്പൺ ചെയ്താലേ ഓർക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. ഇതിലെ മാഷേൻ്റെ കാർട്ടൂണ് അല്ലെങ്കിൽ ഷിൻജാൻ ഏതെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാലേ ഓർക്ക്. ഷിൻജാൻ വേണ്ട, മാഷ കാണല്ലേ. എനിക്കിഷ്ടം മാഷ കാണാൻ കേട്ടോ. മാഷ എനിക്കിഷ്ടമുള്ള കാർട്ടൂണാണ്. അപ്പം ഞാൻ മാഷ ഇവിടെ തന്നെ ഉണ്ട്. ആദ്യം മാഷ കാണും കേട്ടോ. അക്വാഗാർഡ് ഫിൽറ്റർ മാറ്റുന്നതിന് മുമ്പ് സൗണ്ട് വെച്ചേരട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കേട്ടോ. ഞാനിപ്പോൾ ഡയറ്റിലാണ്. കെട്ടിയോ നാട്ടിലുള്ള സമയത്ത് നല്ല ഫുഡ് അടിയേനു, അതുകൊണ്ട് നല്ല വെയിറ്റൊക്കെ കൂടിയേനു. അപ്പോൾ അതിപ്പോൾ കുറച്ചുകൊണ്ട് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്ക്. ഇത് കുടിച്ചിട്ട് പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കുക. ഞാൻ ഫാസ്റ്റിങ്ങിലാണ്. ഒരു സമയത്ത് ഫുഡ് കഴിക്കും, പിന്നെ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫുഡ് അടി നിർത്തും ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പം എൻ്റെ ഫുഡ് കഴിക്കാൻ സമയമായിട്ടില്ല. അപ്പോൾ ഇത് കുടിക്കാം. അപ്പം എൻ്റെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാനായിട്ടുണ്ട്, ടൈമായി. അപ്പം ഞാൻ കഴിക്കുന്നത് എഗ്ഗാണ്. 2 or 3 എഗ്ഗ് ഞാൻ കഴിക്കട്ടോ. ഇപ്പം 2 എഗ്ഗാണ് കഴിക്കുന്നത് കേട്ടോ. ഇതെന്താ? വാവ്, സൂപ്പർ. ഇത് ചെവി. ചെവി. മുടി ഏതാ? മുടി ഇതന്നെ. കണ്ണോ? കണ്ണ് ഇതന്നെ. ഗുഡ് ഗേൾ. മമ്മനെ വരച്ചതാ? നമുക്കൊരു ഉമ്മ ഉണ്ടാ? താങ്ക് യു. അപ്പം സൂഹിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഓളൊന്ന് ഒരുക്കണം, മുടി വാരണം. പിന്നെ പുരികൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എഴുതി കൊടുക്കും. ഓൾക്കിപ്പോൾ വലിയ ഇഷ്ടമല്ല പുരികൊന്നും എഴുതണത്. അപ്പം അങ്ങനെ പുരികൊന്നും ഇപ്പം എഴുതലില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ വാർന്ന് ഇനിയിപ്പോൾ ഷിംജാനോ അല്ലെങ്കിൽ
മാഷ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാർട്ടൂൺ കണ്ടിരിക്കും കേട്ടോ. മടക്കാനൊക്കെ കഴിഞ്ഞിട്ടോ. ഇന്നലെ മടക്കിയിട്ട് ഞാൻ കഴിഞ്ഞു. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ മടക്കി വെക്കാനും പിന്നെ വിരിച്ചിടാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. ശരിയാവും. മിഠായി വേണോ? എനിക്ക് കിട്ടണ ഒരുവിധം മിഠായിക്ക് ഞാൻ പോക്കെടുത്തേക്കില്ല. കാരണം ഒന്നാമത് ഇത് ആരെ മിഠായാ? ഇന്നലെ അലങ്കാക്ക കൊണ്ടുവന്നതല്ലേ ഇത്? ഇതിപ്പോൾ അലങ്കാക്കുന്ന എല്ലാവർക്കും മിഠായിണ്ടെങ്കിൽ പോളുടെ കോള് തിന്നേനു. ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടോ. എനിക്ക് ഇതൊക്കെ കണ്ടാൽ എൻ്റെ കൺട്രോൾ പോകേണ്ടതാണ്. പക്ഷേ ഞാൻ സ്ട്രിക്റ്റ് ഡയറ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ സാധനം ഒന്നും ഇപ്പോൾ തൊടൽ തന്നെ ഇല്ല. എങ്ങനെയെങ്കിലും വെയിറ്റ് കുറക്കണം. ഇപ്പം നെക്സ്റ്റ് പരിപാടി നീ വർക്കൗട്ട് ചെയ്യാം അല്ലേ സുഹി? അമ്മനെ വർക്കൗട്ട് ചെയ്യണ്ടേ? ഇനിയിപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വേണം നീ മീൻ പൊരിക്കാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടി. നമുക്ക് ചോറ് എടുക്കണം, പിന്നെ കുളിക്കണം. അപ്പം ഇനി ഏതായാലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോട്ടെ. ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല വേർത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ സൂഹിൻ്റെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്ത് നന്നായിട്ട് പാട്ടൊക്കെ പാടിട്ടോളും. മാഷാല്ലാ അതിനൊക്കെ നല്ല കഴിവുണ്ട്. അപ്പോൾ ഓൾ തന്നെ കൂളിംഗ് ഗ്ലാസ് തിരിച്ചിട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പം എൻ്റെ ചാട്ടക്കാരെ എടുത്തുകൊണ്ട് മൈക്കാക്കിയും കണ്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഓൾറെഡി കറിയും ചോറൊക്കെ ആയിട്ടുണ്ടേനു. അപ്പം ഇനി മീൻ പൊരിക്കാൻ മാത്രമേ ഉള്ളേനും. അപ്പോൾ പിന്നെ എൻ്റെ കുളി കഴിഞ്ഞു. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്കിൻ കെയർ ഒക്കെ ഇപ്പോൾ നോക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി സുന്നുവിന് ചോറ് കൊടുക്കാണ്ട്. ഇനി പിന്നെ എൻ്റെ ഡയറ്റിൻ്റെ ഒരു രാഗി ദോശ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പണിയും കൂടി ഉണ്ട്. ഞാൻ ഉച്ചയ്ക്ക് രാഗി ദോശ, രാഗിപ്പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കൽ കേട്ടോ. പിന്നെ രാത്രി എന്തെങ്കിലും ഓട്സ് സ്മൂത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ തിന്നൽ, അല്ലെങ്കിൽ എഗ്ഗ് ഒന്നും അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പോൾ രാഗി ദോശ ഉണ്ടാക്കാൻ നോക്കിയപ്പം ആകപ്പാടെ കോളായിട്ടോ. മൊത്തത്തിൽ എന്തോ ഒരു അതിൽ വെള്ളം എന്തോ ഒന്ന് ചെയ്ത്. കാരണം ഇന്നലത്തെ ദോശേൻ്റെ മാവിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചതേനും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ കോളായിപ്പോയി. അപ്പോൾ പിന്നെ എനിക്ക് തിന്നാൻ പറ്റിയില്ല. അപ്പം നൈസായിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടു. പിന്നെ ഇപ്പം ഞാൻ സൂഹിക്ക് ചോറെടുക്കുകയാണ്. സൂഹിക്ക് ഇപ്പം ഞാൻ ഉരുളാക്കി കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഉരുളാക്കി കൊടുക്കും. എന്നിട്ട് ഓള് രാത്രി ആയാലും ഉച്ചക്കായാലും ഓളൊറ്റൊക്കെ തിന്നൽ. ഓളെ സൗകര്യം പോലെ ഓള് തിന്നലാണ്. ടി വി ഉണ്ടെങ്കിൽ ഓള് തിന്നൽ. കൊടുക്കണ ഫുള്ള് ഓള് തിന്നുന്നുണ്ട് കേട്ടോ. മാഷാല്ലാ. മത്തിക്കറി ഉണ്ട് കേട്ടോ. ഉപ്പേരിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്ന് ഫുള്ള് ഫിഷാണ്. പിന്നെ പപ്പടം ഉണ്ട്, പക്ഷെ ഞാനൊന്ന് പൊരിച്ചിട്ടില്ല. കാരണം ഡെയിലി ഇവിടെ പപ്പടം. അപ്പോൾ ഞാൻ സൂചിച്ച് ഇന്ന് പപ്പടം കൊടുക്കണ്ടായിരിക്കും. ഡെയിലി ഇങ്ങനെ ആകുമ്പോൾ ഇത് നല്ലതല്ലല്ലോ. ഞാൻ സുഹിക്ക് ഉരുളാക്കി കൊടുക്കാൻ കേട്ടോ. മീനും പിന്നെ പപ്പടമൊക്കെ കുഴിച്ചിട്ടാണ് ഞാൻ ഉരുളാക്കി കൊടുക്കൽ. പിന്നെ മീൻ വേറെ സെപ്പറേറ്റ് വെച്ചാലും അത് തിന്നൂല, ചോറ് മാത്രം ഇങ്ങോട്ട് തിന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ മീനും പപ്പടമൊക്കെ പാടി കുഴച്ചിട്ട് അങ്ങനെ ഉരുളാക്കി വെക്കലാണ്. ഇന്നിപ്പോൾ രാഗി ദോശ കൊളായപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചോറ് അളന്നെടുത്തേക്കാണ് കേട്ടോ. ചെറിയൊരു ബൗളിൽ ചോറ് അളന്നെടുത്തേക്കാണ്. പിന്നെ അതിലേക്ക് ഫിഷ് കറിയും പിന്നെ ഒരു ഫിഷ് പൊരിച്ചതും എടുത്ത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ മാത്രമല്ല ഞങ്ങളെ വീട്ടിലെല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള മുളകൂട്ടാനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുകൊണ്ട് തന്നെ ചോറുന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതന്നെ മതി ചോറുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഞാനിതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. ഇത് വേറെ കഴിച്ചിട്ടില്ല. കുറേ നേരമായി കൊടുത്തിട്ട് ഏകദേശം കുറച്ച് ഇനിയുണ്ട്. എല്ലാം ഇല്ല, എല്ലൊക്കെ മമ്മ എടുത്തിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കാണ്ടേനു. അപ്പം വാങ്ങാൻ വേണ്ടി പോവുകയാണല്ലേ സുഹി? നോക്കൂ, എനിക്ക് എന്താ വേണ്ടേ? ബിസ്ക്കറ്റും മുട്ടായും. അപ്പം എനിക്ക് കുറച്ച് കോഴിമുട്ട ഒക്കെ വാങ്ങാനുണ്ട്. ഡയറ്റിലല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിക്കണം. അപ്പോൾ അത് വാങ്ങാണ്ടേനു. അപ്പോൾ ഞങ്ങളിതാ വണ്ടിയിലാണ് കേട്ടോ പോണത്.
കടയിലെത്തിയ പച്ച ചുവപ്പ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മോൾക്ക് അവിടെ എത്തിയ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. ഉള്ളിൽ എൻ്റെ ഉള്ളിൽ എന്താ സാധനം സാധനം ഇത് ഈ സാധനം പൊട്ടിക്കണം. ഇവൾക്ക് എപ്പോൾ കടയിൽ പോവുകയാണെങ്കിലും നല്ല എക്സ്പെൻസീവ് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചത് ഞാൻ എനിക്ക് ഡയറ്റിന് ഇപ്പോൾ തിന്നാൻ പറ്റുമല്ലോ, അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. മത്സരമാക്കി തിന്നണ്ട, ഇത് തിന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് പൊളിക്കട്ടോ. ഓക്കെ, ഒക്കെപ്പാടൊപ്പം തിന്നണ്ട കേട്ടോ. എന്ത് ആ തിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാ പൊളിച്ചത് കേട്ടോ. ഏത് അപ്പൊ ഇല്ല അപ്പൊ ഓക്കെ എന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്നല്ല പറഞ്ഞ ജൂഹി. എന്താ ഇപ്പൊ തന്നെ എനിക്ക് പഠിച്ചത്. ഇഷ്ടായോ? ഇങ്ങോട്ടോക്കി ഞാൻ ഒരു സാധനം കാണിച്ചു. അതിൽ കൂടെ വേറെ ഇതേപോലെ എന്തോന്ന് വാങ്ങിയപ്പോ കിട്ടിയതല്ലേ. നോക്കട്ടെ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചോക്ലേറ്റും പിന്നെ കുറച്ച് ബബിൾസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. കഴിച്ചു കഴിഞ്ഞോ? കഴിച്ച് കഴിഞ്ഞിട്ടില്ല, ചോക്ലേറ്റും കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ടുമാരും ചോക്ലേറ്റ് ഉണ്ട്. ഈ റംബൂട്ടാന് പൂതിയുണ്ട്. റംബൂട്ടാൻ തിന്നാനോ? ഞാൻ തൊള്ള കെട്ട് വശു. റംബൂട്ടാന് തൊണ്ടേ കൊടുക്കും, നമുക്ക് പിന്നെ വാങ്ങട്ടോ. കുറേ ആൾക്കാരൊക്കെ റംബൂട്ടാന് തിന്നീനി തന്നെ. എനിക്ക് അപ്പോൾ ഞങ്ങള് ജൂഹി ഫുഡ് കഴിക്കാൻ പോവാല്ലേ. അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടെ ഈ വ്ളോഗ് ഇന്ന് ഡെയിലി വ്ളോഗ് ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കാമല്ലോ ജൂഹി. ഇനിയിപ്പോൾ നീ നാളെ കാണാം. ബായ്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ, ബൈ. ബൈ.